നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എമ്പുരാന് കത്തി വീഴാൻ പോകുന്നു. യെസ്, എമ്പുരാൻ വീണ്ടും സെൻസർ ചെയ്യപ്പെടും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അത് ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ എത്രയും വേഗം സിനിമ വീണ്ടും സെൻസർ ചെയ്യും എന്നുള്ളതാണ് ആ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സിനിമ സെൻസർ ചെയ്ത സംഭവത്തിൽ ആ സമയത്ത് ഉണ്ടായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അഭിപ്രായങ്ങൾ. അതുകൊണ്ട് സിനിമ വീണ്ടും സെൻസർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. സിനിമ ആദ്യം സെൻസർ ചെയ്തപ്പോൾ ആകെ 2 കട്ടുകൾ മാത്രമാണ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഒന്ന് ഗർഭിണിയെ തലയെടുത്ത് ചുമലിലൊടിക്കുന്ന ഒരു രംഗവും അതോടൊപ്പം തന്നെ ഒരു വാക്കും അത് മാത്രമാണ് മ്യൂട്ട് ചെയ്യപ്പെട്ടത്. ബാക്കിയെല്ലാം തന്നെ ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാക്കാതെ സെൻസറിങ് കഴിഞ്ഞ ഒരു സിനിമയും കൂടിയായിരുന്നു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ മാറുന്നത്. ഒരുപാട് പൊളിറ്റിക്കലി ഈ സിനിമ സംസാരിക്കുന്നതൊക്കെ തന്നെ രാഷ്ട്രീയപരമായി വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP നേതാവ് രഘുനാഥ് പറയുന്ന ഒരു പ്രസ്താവന, മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണം എന്നുള്ളതാണ്. കാരണം ഇന്ത്യയെ ഭരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ BJP രാഷ്ട്രീയത്തെ പച്ചയായ രീതിയിൽ വിമർശിക്കുന്നു എന്നുള്ളതും ഈ സിനിമയിൽ കണ്ടതിന് ശേഷം BJP നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. അങ്ങനെ വർഗീയത പ്രചരിപ്പിക്കുകയാണ് സിനിമ, അത് BJP നേതാക്കൾ ചെയ്തതാണ് എന്നുള്ള പ്രചാരണമൊക്കെ ഈ സിനിമയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു ആഹ്വാനം ഈ സിനിമ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുകയാണ്. പാർട്ടികളെല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിനൊക്കെ തന്നെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ BJPയെ കുറച്ചുകൂടി വിമർശിക്കുന്നു എന്നുള്ളതാണ് ഈ നേതാക്കൾ പറയുന്നത്. എന്തായാലും സിനിമയായിട്ട് തന്നെ കാണണമെന്ന് പറയുന്ന BJP നേതാക്കളിൽ നിന്നും ഇങ്ങനൊരു കാര്യവും കൂടി എമ്പുരാൻ എന്ന സിനിമയിലൂടെ വരുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. കേരള സ്റ്റോറി, കശ്മീർ ഫയൽസ് ഒക്കെ ഇറങ്ങിയ സമയത്തും ഇപ്പോൾ എമ്പുരാൻ എന്ന സിനിമ ഇറങ്ങുന്നതിൽ തമ്മിലുള്ള ഭിന്നാഭിപ്രായങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. എന്തായാലും സിനിമ വീണ്ടും സെൻസർ ചെയ്യപ്പെടാൻ പോവുകയാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയേണ്ടി വരുന്നത്. അതിലേതൊക്കെ രംഗങ്ങളാണ് ഇനി മാറ്റാൻ പോകുന്നത്? കാരണം കൃത്യമായി ഈ സിനിമ റിലീസിന് ശേഷം വലിയ തോതിലുള്ള സൈബർ ആക്രമണം ഒക്കെ തന്നെ നടക്കുകയാണ്. സെൻസർ ബോർഡ് അംഗങ്ങൾക്ക് വീഴ്ച പറ്റി എന്നുള്ളതും പറയുന്നുണ്ട്. അതായത് സിനിമ റിലീസിന് മുമ്പ് രാജീവ് ചന്ദ്രശേഖർ ഈ സിനിമയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റ് എത്തിയിരുന്നു. പക്ഷേ അത് കണ്ടന്റ് എന്തെന്ന് മനസ്സിലാക്കാതെയാണ് ചെയ്തത്. മോഹൻലാൽ തൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്, അതുകൊണ്ട് മാത്രം പോസ്റ്റ് ചെയ്തതാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. എന്തായാലും ഒരുപാട് വിമർശനങ്ങൾ എമ്പുരാൻ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ സിനിമയുടെ ഗതി എന്നുള്ളതെ പറ്റി അറിയേണ്ടതുണ്ട്. ബോക്സ് ഓഫീസിൽ 48 മണിക്കൂർ തികയുന്നതിന് മുമ്പ് 100 കോടി എന്ന റെക്കോർഡ് നേട്ടം ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രീതിയിലേക്കുള്ള റെക്കോർഡ് നേട്ടത്തിൽ എമ്പുരാൻ കുതിപ്പ് തുടരുകയാണ്. ഒരു ഭാഗത്ത് നിന്ന് ആദ്യ ദിനത്തിൽ തന്നെ ഏകദേശം 48 കോടിയോളം വേൾഡ് വൈഡ് കളക്ഷൻ, ഇന്ത്യയിൽ നിന്ന് മാത്രം ആദ്യ ദിനം ഒരു 20 കോടി കളക്ഷൻ, പിന്നാലെ രണ്ടാം ദിനത്തിലും അത് ആവർത്തിക്കപ്പെട്ട് 48 മണിക്കൂർ തികയുന്നതിന് മുമ്പ് 100 കോടിയിലേക്ക് എത്തി. ഇനി വരാവുന്ന ദിവസങ്ങൾ, പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ തന്നെ കുടുംബ പ്രേക്ഷകർ കൂടുതലായി എത്തുന്നു. അതേസമയം തന്നെ ഇതുപോലുള്ള കണ്ടന്റ് ഈ സിനിമയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് BJP നേതാക്കൾ അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ നിന്നുള്ളവരൊക്കെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്ത ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംസാരം ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നാൽ എമ്പുരാൻ മാത്രമേ ഉള്ളൂ. എമ്പുരാൻ്റെ വിശേഷങ്ങൾ, ചർച്ചകൾ, അതിനുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പരക്കുന്നത്. എന്തായാലും സെൻസറിങ് വീണ്ടും സെൻസർ ചെയ്യപ്പെടുകയാണ്. 3 മണിക്കൂറോളം ദൈർഘ്യമുണ്ട് ചിത്രത്തിൽ. അതിൽ ഏതൊക്കെ രംഗങ്ങളായിരിക്കാം മുറിച്ച് കളയുക, എന്തൊക്കെയാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എന്നതൊക്കെ വലിയ രീതിയിൽ നോക്കി കാണേണ്ടതുണ്ട്. എന്തായാലും സെൻസറിങ് ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ സംഭവിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ.